വെൽക്കം ടു ഗമ്മ ഫാഷൻ സ്റ്റുഡിയോ. അപ്പോൾ നമ്മുടെ കളക്ഷനിൽ ഒരു ഹോട്ട് സെല്ലിംഗ് ഐറ്റം ആണ് നമ്മുടെ റെഡി ടു വെയർ സാരീസ്. അതിൽ തന്നെ നമ്മുടെ നോർമൽ ടിഷ്യൂ സാരി, കൂടുതൽ വർക്കും കാര്യം ഒന്നുമില്ലാത്ത നമ്മുടെ നോർമൽ ടിഷ്യൂ സാരിയുടെ റെഡി ടു വെയർ ആണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. കാരണം അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 899 രൂപയാണ്, പ്ലസ് ഷിപ്പിംഗ് ആയിട്ടാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ ഫംഗ്ഷന് വേണ്ടി മാത്രം, ഇപ്പോൾ ഓണം ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഉടുക്കുന്ന സ്റ്റുഡൻസ്, അങ്ങനെ സാരിയൊന്നും അധികം ഉപയോഗിക്കാത്തവരൊക്കെ ഒരു ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സാരിയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സാരി ഇങ്ങനെ വാങ്ങിക്കാൻ നേരത്ത് കുറേ ഡൗട്ടുകൾ, ഇപ്പം ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നവർക്കും ഒക്കെ ഒരു ഡൗട്ടുണ്ട്. ഇപ്പം വീഡിയോയിൽ കാണുന്ന അതേ സാരി തന്നെയാണോ കിട്ടാൻ പോകുന്നത്, പിന്നെ ബ്ലൗസ് പീസായിട്ട് കൂടെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ടോ, അത് സെപ്പറേറ്റ് ആണോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട്, ഇപ്പോൾ എപ്പോഴും ആൾക്കാർക്ക് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു വീഡിയോ ആയിട്ട് ഇട്ടാൽ എനിക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്താലും മതിയല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ആ ഒരു റെഡി ടു വെയർ സാരിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറയാവുന്നത്. അത് എങ്ങനെ ഉടുക്കുക. അപ്പൊ കൂടുതൽ വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് വേസ്റ്റ് പാർട്ട് കുറഞ്ഞവർക്കും കൂടിയവർക്കും എത്ര വരെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ കുറച്ച് ഡൗട്ടുകളുണ്ട്. പിന്നെ അതിന്റെ ഹൈറ്റ്, നീളം കുറഞ്ഞവരെ അതെങ്ങനെ ഉടുക്കും, അങ്ങനത്തെ ആ ഡൗട്ടുകളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ അതിന്റെ ഒരു ഡെമോ കാണിച്ചു തരാം. സാരി, റെഡി ടു വെയർ സാരിയിൽ ആ ബ്ലൗസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് 1 മീറ്റർ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇത് ഇങ്ങനെയാണ് അതിന്റെ ബോർഡർ വരുന്നത്. ഇതാണ് നമ്മുടെ സാരിയുടെ മെറ്റീരിയൽ. ഇതാണ് സാരിയുടെ മെറ്റീരിയൽ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ മെറ്റീരിയൽ ആണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇങ്ങനെയാണ് കയ്യിൽ ബോർഡർ വരത്തക്ക രീതിയിൽ 1 മീറ്റർ ആണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇപ്പോൾ മോളുടെ ഇടുപ്പോളം എന്ന് പറയുന്നത് 27 ആണ്. അപ്പൊ ഞാൻ മോക്ക് സാരി ഉടുത്തിട്ട് അപ്പൊ 28 ഇഞ്ച് അല്ലെങ്കിൽ 30 ഇഞ്ച് ഉള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിക്കാം. എൻ്റെ ഇത് 38 ആണ്. അപ്പൊ കുറച്ച് വണ്ണം ഉള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്ക് ഉടുത്തിട്ടൊന്ന് കാണിക്കാം. അതുപോലെ നമ്മുടെ സാരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ 2 ടൈ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡബിൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ബക്കിളും ഹുക്കും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഒന്നും കൂടെ വെള്ളത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ടൈ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മണ്ണുള്ളവർക്കൊന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഈ സാരി നമുക്ക് 2 രീതിയിൽ ഉടുക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡാണ് നീളമുള്ളവർക്ക്, വണ്ണം കുറവോ കൂടുതലോ ആവാം, പക്ഷെ നീളമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് 3 ബക്കിൾസാണ് ഹുക്കിടാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഹുക്കിടാൻ ചെല്ലുമ്പോൾ നമുക്ക് ടൈറ്റോ ലൂസോ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ടിപ്പാണിത്. ഹുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ടൈറ്റ് ആവുന്ന ഇതിനിടയ്ക്കാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കാണ്, അല്ലെങ്കിൽ ഇവിടെ മതി നമുക്ക്, അല്ലെങ്കിൽ ഇവിടെയാണ്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് പണ്ട് നമ്മൾ സ്കേർട്ടിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. പിന്നെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബാക്ക് സൈഡിൽ നമുക്കിതാ ഇങ്ങനെ കുത്തി വെക്കുക. അപ്പോൾ ഫ്രണ്ടിൽ ഈ ബക്കിള് പോലെ ഇത് നിൽക്കും. ഇത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹുക്ക് കൊണ്ടുവന്ന് അതിലേക്ക് നമുക്കിതാ ഇതുപോലെ ഇതിലേക്ക് ഘടിപ്പിക്കാം. കണ്ടോ, ടൈറ്റായിട്ട് അതവിടെ ഇരിക്കും ഇതുപോലെ. അപ്പം ഇത് പലർക്കും അറിയാവുന്നതാണ്, ചിലർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ ബാക്ക് സൈഡിൽ പിന്നെ ഇങ്ങനെ കുത്തി വെക്കുക. അപ്പം നമ്മളുടെ സൈസ് അനുസരിച്ച് ഇതുപോലെ ബാക്ക് സൈഡിൽ കുത്തി വെക്കുക. അപ്പം ഇതൊരു ബക്കിളായിട്ട് നമുക്ക് നിൽക്കും. ഇത് ഊരി പോകുമൊന്നുമില്ല. ഇതുപോലെ ഒരു ബക്കിളായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഹുക്ക് അതിലേക്ക് ഒന്ന് ഘടിപ്പിക്കാം. ഊരി വരില്ല, അല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടാണ് നമുക്ക് കുറച്ച് കൂടുതൽ വേണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ടൈ വെച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ കെട്ടാം. അപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അറ്റത്തുള്ള ആ വള്ളി ഉണ്ടല്ലോ, അത് നമ്മുടെ വലതുവശത്തേക്ക് കൊണ്ടുവരിക. ഇവിടെയാണ് ആ ബക്കിൾസ് വരുന്നത്. ഇത് നമ്മളില്ല മുമ്പേ കുത്തിയിരുന്ന പിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു 3 ബക്കിൾസ് ആണല്ലോ വരുന്നത്. ആദ്യത്തെ ഈ ഒരു ടൈയും ഈ ഒരു ഭാഗത്ത് വരും. അപ്പം നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഈ ഒരു സെൻറ്റർ പ്ലീറ്റ്സ് നമ്മുടെ സെൻറ്ററിലേക്ക് ഇത് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ഈ ഹുക്ക് അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
ഇപ്പം ഇവക്ക് ഇത് മതിയെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മതിയെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടുക. ഇട്ടിട്ട് ഈ ഒരു ടൈ ഉണ്ടല്ലോ, ഈ ടൈ ഇതും തമ്മിൽ ഒന്ന് ബാക്ക് സൈഡിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുക. ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുക. കണ്ടോ, നമുക്ക് എത്രയാണോ നമുക്ക് ടൈറ്റ് ആവേണ്ടത് അതനുസരിച്ച് കെട്ടി വെക്കുക. അപ്പം ഞാൻ ബാക്ക് സൈഡിൽ ലൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡ് നോക്കി, ഇത് നമുക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് വലിക്കാം. അപ്പോൾ അതായത് ഇങ്ങനെ സെൻട്രൽ പ്ലീറ്റ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പല്ലു കൊണ്ടുവരുവാണേ. പല്ലു കൊണ്ടുവന്ന് ഷോൾഡറിൽ പിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ അങ്ങനെ സാരി ഉടുത്ത് കഴിഞ്ഞേ. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം. ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. കാരണം നീളം കുറവാണ്, നമുക്ക് സാരി ഉടുക്കുന്നതൊക്കെ നീളം കുറവാണ്, അതുപോലെ തന്നെ പിന്ന് കുത്തങ്ങനെയൊക്കെ കുറച്ച് പേടിയാണ്, കൊണ്ടുകയറുമോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ളവർക്ക് ഈ രീതി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് നീളം കുറവാണ്, അപ്പോൾ എനിക്ക് ഈ സാരി എന്ന് പറയുന്നത് ആ പ്ലീറ്റ്സ് വരുന്ന സെൻട്രൽ പ്ലീറ്റ് വരുന്ന ഭാഗത്ത് കുറച്ച് നീളം കൂടുതലാണ്, കുറച്ചൊന്ന് നിലത്ത് കിടന്ന് എഴയുന്നിരി. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇത് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സ്കേർട്ടിനകത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. അത് ഊരിപ്പോകത്തില്ല, നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, നമ്മൾ മടക്കി വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് അത് ഇരിക്കുള്ളൂ. അപ്പോൾ ആ ആദ്യത്തെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതിനുശേഷം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പൊ വണ്ണം ഉള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു സൈസ് പറഞ്ഞില്ലേ 38. അപ്പൊ 38 ഞാൻ ഇവിടെയാണ് കാണിച്ചത്, ആദ്യത്തെ ഹുക്കിലാണ് കാണിച്ചത്. അപ്പം എന്നെക്കാട്ടി ഇപ്പം വണ്ണം കൂടുതൽ കുറച്ചുകൂടെ 40 വരുന്നവരൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് വലിച്ചാൽ കുറച്ചുകൂടെ വലിഞ്ഞു വരും, ഇലാസ്റ്റിക് ഉണ്ടായാലും കുറച്ചുകൂടെ വലിഞ്ഞു വരും കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ വണ്ണം കുറവുള്ളവർക്ക് ഇത് അകത്തോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെ മടക്കി വെക്കാം. പക്ഷേ ഈ വള്ളി വെളിയിൽ ഇട്ടിട്ട് വേണേ. വണ്ണം കുറഞ്ഞവർക്ക് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. വള്ളി വെളിയിലേക്ക് ഇട്ടിട്ട് ഇവിടെ മടക്കി കൊടുത്ത് നമുക്ക് ഇങ്ങനെ നീക്കിക്കൊണ്ടുവരാം. വണ്ണം കൂടിയവർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ബാക്കിലേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ സെൻട്രൽ പ്ലീറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ അവർക്കും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു ഇപ്പം ഞാനിത് 38 ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്നത്. അപ്പം 40 42 വരെയൊക്കെ ഉള്ളവർക്ക് ഇത് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു 42 44 വരെ ഉള്ളവർക്ക് ഇത് ഇവിടം വരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സെൻട്രൽ പ്ലീറ്റ്സ് കൊണ്ടുവന്ന് ഇടാം. അപ്പം ഒന്നുകിൽ നമുക്ക് ഈ പിന്ന് കുത്തിയിട്ട് ഇങ്ങനെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ പിന്ന് കുത്താൻ പേടിയാണ്, ഇനി കൊണ്ടു കയറുമെന്നൊക്കെ പേടിയുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് സെൻട്രൽ പ്ലീറ്റ്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഇതുപോലെ കൊണ്ടുവന്ന് ഇതുപോലെ മടക്കി ഈ വള്ളി വെളിയിലേക്ക് ഇട്ടിട്ട് മടക്കി ഒന്ന് മടക്കി കൊടുത്ത് ഇങ്ങനെ നീക്കിയാൽ മതി. ഇങ്ങനെ നീക്കുമ്പോൾ അവർക്കും കൊടുക്കാം. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു മടക്കം നടത്തിയാൽ വണ്ണം കുറഞ്ഞവർക്കും കൊടുക്കാം, വണ്ണം കൂടിയവർക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് അത് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു 42 44 വരെയുള്ളവർക്കൊക്കെ ഈ സാരി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഡൗട്ട്സ് എല്ലാം, ഈ ഒരു സാരിയുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇപ്പം മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.